നമസ്കാരം. എത്ര കണ്ടു പറഞ്ഞാലും തീരാത്ത മാധുര്യമേറുന്ന രാമചിന്തകൾ, രാമായണത്തിൻ്റെ കുളിർക്കാറ്റേറ്റ് സാംസ്കാരിക സമ്പന്നമായ ഭാരതദേശത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ധർമ്മസ്വരൂപനായ രാമൻ കേവലം ഒരു ആരാധനാ പുരുഷൻ മാത്രമല്ല, നമുക്ക് പിന്തുടരേണ്ട, നമ്മൾ സഞ്ചരിക്കേണ്ട പാത കാട്ടിത്തന്ന ധർമ്മത്തിൻ്റെ പ്രതിസ്വരൂപമാണ്. ഗുരുനാഥനാണ്, വഴികാട്ടിയാണ്, സുഹൃത്താണ്, സഹോദരനാണ്. അതിലുപരി നമ്മളിൽ തുടിക്കുന്ന ആത്മചൈതന്യം തന്നെയാണ് രാമൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. ദശരഥന് പുത്രന്മാരായി 4 പേർ ജനിച്ചു. സമ്പുഷ്ടമായ സഹോദര സ്നേഹഭാവങ്ങളെ ഉണർത്തിക്കൊണ്ട് അതുല്യഭാവത്തെ പ്രകടിപ്പിക്കുന്ന സാഹോദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായി രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും പരസ്പര പൂരകങ്ങളായി വളർന്നു. അങ്ങനെ ബാല്യകാലം പിന്നിടുന്ന വേളയിലാണ് ദശരഥ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ലോകത്തിന് മുഴുവൻ വിശ്വം പകരുന്ന മംഗളംകാരിയായ സുഹൃത്തായ എന്ന പേരോടുകൂടിയ വിശ്വാമിത്രൻ, വിശ്വത്തിൻ്റെ മിത്രമായി മാറിയ ലോകമംഗളത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്ന വിശ്വാമിത്രൻ കടന്നു വരുന്നത്. ആ വിശ്വാമിത്രൻ കടന്നു വരുന്നത് ഒരു വലിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. അദ്ദേഹം നടത്തുന്ന ഒരു വലിയ യാഗം, ആ യാഗത്തിന്, സിദ്ധാശ്രമത്തിൽ നടത്തുന്ന യാഗത്തിന് വിഘ്നം വരുത്തുവാൻ അതിക്രൂരന്മാരായ മാരിജനും സുഭാഗു എന്ന് പറയുന്ന രാക്ഷസന്മാർ പരിശ്രമിക്കുന്നു. യാഗസ്ഥലത്തേക്ക് അവർ മാലിന്യങ്ങളും മാംസാവശിഷ്ടങ്ങളും രക്തങ്ങളും കൊണ്ട് വർഷിക്കുന്നു. ഇവിടെ വിശ്വാമിത്രനെ സംബന്ധിച്ചോളം നമുക്ക് പൂർവ്വവൃത്താന്തം നമുക്കറിയാം. അദ്ദേഹം രാജാവായിരുന്നു, കൗശികൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹം ഒരിക്കൽ വശിഷ്ഠാശ്രമത്തിൽ എത്തപ്പെടുകയും വശിഷ്ഠാശ്രമത്തിലെ ആശ്രമ പശുവിൻ്റെ നന്ദിനിയുടെ മഹത്വം കണ്ടതിനെ സ്വന്തമാക്കാൻ മോഹിക്കുകയും ആ സമയത്ത് രാജാവെന്നുള്ള അഹങ്കാരം അദ്ദേഹത്തിലുണ്ടായിരുന്നു. ആയുധമാണ് ഏറ്റവും വലുത് എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാജാധികാരമാണ് ഏറ്റവും ഉന്നതമാണെന്ന് ചിന്തിച്ചു. അതുകൊണ്ട് രാജകൽപ്പന എന്നുള്ള നിലയിൽ ആ പശുവിനെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആശ്രമ പശുവായിരുന്ന നന്ദിനിയെ വിട്ടു നൽകുവാൻ വിശ്വാമിത്രൻ തയ്യാറായില്ല. അവിവേകത്തിൽ നിന്നും അഹിതമായി കർമ്മത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇതൊന്നും തന്നെ കേൾക്കാൻ നിൽക്കാതെ വിശ്വാമിത്രൻ തൻ്റെ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് കാമധേനുവിനെ ഒപ്പം കൂട്ടുവാൻ വേണ്ടി പരിശ്രമിച്ചു. അവിടെ അവസാനം വശിഷ്ഠൻ്റെ തപോശക്തിക്ക് മുന്നിൽ വിശ്വാമിത്രൻ്റെ ആയുധശക്തിയും രാജാധികാരവും സൈന്യവുമൊക്കെ നിഷ്ഫലമായി തീർന്നു. അപ്പോൾ തൻ്റെ രാജാധികാര ശക്തിയേക്കാൾ വലുതാണ് സന്യാസിയുടെ ധർമ്മശക്തി എന്ന് മനസ്സിലാക്കി, ആ ധർമ്മശക്തിക്കാണ് മഹത്വമാർന്ന കരുത്തുള്ളത് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അല്പമാത്രമായ രാജശക്തി എനിക്കിനി എന്തിനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ രാജകീയമായ സ്ഥാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് ഈശ്വരചിന്തയിൽ മുഴുകി തപശക്തിയിലൂടെ ധർമ്മശക്തിയെ വീണ്ടെടുത്ത മഹാഋഷിയാണ് വിശ്വാമിത്രൻ. അപ്രകാരമുള്ള വിശ്വാമിത്രനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ മാരിജനെയും സുഭാഗുവിനെയൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാം. പക്ഷേ ഈ വ്രതം, അദ്ദേഹം ഈ യാഗം തുടങ്ങുന്ന സമയത്ത് ഒരു വ്രതം എടുത്തിരുന്നു. ആരോടും കോപിക്കില്ല, ആരെയും ദ്രോഹിക്കില്ല. ഈ 2 വ്രതം ഇദ്ദേഹം എടുത്തത് കൊണ്ടാണ് ഈ സുഭാഗുവിൻ്റെയും മാരിജൻ്റെയും പ്രവർത്തനത്തെ അദ്ദേഹത്തിന് തടയാൻ സാധിക്കാതെ പോകുന്നത്. ഈ സമയത്താണ് അദ്ദേഹം ദശരഥൻ്റെ കൊട്ടാരത്തിലെത്തി യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തു തരണം എന്ന് മഹാരാജാവായ ദശരഥനോട് ആവശ്യപ്പെട്ടു. ദശരഥൻ പറഞ്ഞു, അതിനെന്താ, എൻ്റെ സൈന്യത്തെ ഞാൻ അവിടേക്ക് അയക്കാം, വേണമെങ്കിൽ ഞാൻ തന്നെ വന്ന് ഈ അസുരന്മാരെ തുരത്താം എന്നൊക്കെ പറയുമ്പോൾ വിശ്വാമിത്രൻ ചെറുപുഞ്ചിരിയോടുകൂടി സവിനയം നമസ്കരിച്ചുകൊണ്ട് ഉണർത്തിച്ചു, എനിക്ക് ആവശ്യം അങ്ങേയല്ല, അങ്ങയുടെ സൈന്യത്തെയല്ല, അതിനെല്ലാം ശക്തിയുണ്ട്, കരുത്തുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രീരാമചന്ദ്രൻ്റെ സേവനമാണ്. ശ്രീരാമചന്ദ്രനെ എൻ്റെ കൂടെ അയക്കണം. ദശരഥ മഹാരാജാവ് ഞെട്ടി വിറച്ചുപോയി. കാരണം കൊച്ചുകുട്ടികളാണ്, ബാല്യകാലത്ത് അസ്ത്രായുധ വിദ്യാഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്കിലും ഇതുപോലെ ഘോരമായ അസുരന്മാരെ നേരിട്ട് മുൻപരിചയമില്ല. അങ്ങനെയുള്ള കുട്ടികളെ, അതും പുത്രന്മാരില്ലാതിരുന്ന അനേക കാലത്തെ പ്രാർത്ഥനയോടുകൂടി ജനിച്ച ആ കുട്ടികളോടുള്ള വാത്സല്യം കൊണ്ട് അവരെ പിരിയുക എന്നത്, ഒരു നിമിഷത്തേക്ക് പോലും അവരെ പിരിയുക എന്നുള്ളത് ദശരഥന് അസംഭവ്യമായ അവസ്ഥയാണ്. ആ അനുഭവത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അവിടെയാണ് ദശരഥൻ പറഞ്ഞു, കേണു വീണു പറഞ്ഞു വിശ്വാമിത്രനോട്, അവർ കുട്ടികളാണ്, അവർക്ക് ഇത്രയും വലിയ യുദ്ധപരിചയമില്ല, പകരം ഞാൻ തന്നെ വന്നുകൊള്ളാം, എൻ്റെ സൈന്യം വരാം, എല്ലാം, അല്ലെങ്കിൽ ഞാനും സൈന്യം ഒരുമിച്ച് വരാം. പക്ഷേ വിശ്വാമിത്രൻ പറഞ്ഞു, അങ്ങ് വാക്ക് പറഞ്ഞതാണ് യാഗരക്ഷ ചെയ്തു കൊള്ളാമെന്ന്, അങ്ങ് വാക്ക് പറഞ്ഞ് അങ്ങ് ധർമ്മത്തെ പാലിക്കുന്നവനാണ് എങ്കിൽ അങ്ങ് ശ്രീരാമനെ എൻ്റെ കൂടെ അയക്കുക, അല്ലാതെ മറ്റൊരു തരത്തിലുള്ള അങ്ങയുടെ ആ ഒരു സഹകരണവും എനിക്ക് ആവശ്യമില്ല എന്ന് വിശ്വാമിത്രൻ അസന്നിഗ്ധമായി വെളിപ്പെടുത്തുകയാണ്. യാതൊരുവിധമായ നിർവാഹവും ഇല്ലാതിരിക്കുന്ന ദശരഥൻ്റെ മുന്നിലേക്ക് ശ്രീരാമചന്ദ്രൻ നടന്നെത്തി. അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ പിതാശ്രീ, അങ്ങ് എന്തിനു ഭയപ്പെടണം?
അങ്ങയ്ക്ക് എന്നെ അറിവുള്ളതല്ലേ, ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മണനും വന്നു ചേർന്നു. ജ്യേഷ്ഠനോടൊപ്പം താനും ആ വിശ്വാമിത്ര യാഗരക്ഷയ്ക്ക് വേണ്ടി പോകാമെന്ന് പറഞ്ഞു. ഇടറുന്ന മനസ്സോടുകൂടിയ ദശരഥ മഹാരാജാവ് എന്ത് ചെയ്യണമെന്നറിയാതെ തൻ്റെ ഗുരുനാഥനായ വശിഷ്ഠനോട് ചോദിക്കുന്നു. വശിഷ്ഠൻ ആ സമയത്ത് പറയുകയാണ്, വിശ്വാമിത്രനുമായി പൂർവ്വകാലത്തുണ്ടായ ശത്രുതയോ അല്ലെങ്കിൽ വൈര്യങ്ങളോ ഒന്നും മഹാത്മാക്കൾ ജീവിതത്തിൽ അങ്ങനെ പൂർവ്വ വൈരാഗ്യങ്ങൾ നിലനിർത്തുന്നവരല്ല. അദ്ദേഹം പറയുകയാണ്, ഏറ്റവും ഉത്തമനായ സർവദായോഗ്യനായ വിശ്വാമിത്രനോടൊപ്പം ഉള്ള സഹവാസവും യാത്രയും ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അനുഗ്രഹമായി മാറും. ജീവിതാനുഭവങ്ങളുടെയും നിരവധി തരത്തിലുള്ള സദ്ഗുണങ്ങളുടെയും കൂടിച്ചേർന്നൊരു കാരണമായി തീരും. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, രാമനെ ആരോടൊപ്പം അയക്കണം, വിശ്വാമിത്രനോട് അയക്കാൻ അവിടെ വശിഷ്ഠൻ പറയുക. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലോക നന്മയെ പ്രദാനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ പരസ്പരമുള്ള വിദ്വേഷങ്ങളെ അകറ്റി വെച്ചുകൊണ്ട് ഒന്നായി മാറുന്ന വലിയ മനസ്സിൻ്റെ പ്രതീകങ്ങളാണ് അവിടെ വശിഷ്ഠനും വിശ്വാമിത്രനും. അവർ പരസ്പരം അംഗീകരിക്കുകയാണ് അവിടെ. ഈ സമയത്ത് ദശരഥൻ മറ്റൊരു പ്രശ്നം ഉന്നയിക്കുന്നു. രാമൻ ഇപ്പോൾ തന്നെ പലപ്പോഴും ചിന്തയിലാണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇനി വനത്തിലൂടെയുള്ള യാത്ര ചെയ്ത് കഴിയുമ്പോൾ വനം നമുക്കറിയാം, അവിടെ അനേക ഋഷീശ്വരന്മാരുണ്ട്, തപസ്സിൻ്റെ കേന്ദ്രങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മൗനഭാവം, ആ ഏകാന്തഭാവം ഒന്നുകൂടി മൂർച്ഛിച്ച് സന്യാസത്തിലേക്ക് എങ്ങനെ രാമൻ പൊയ്ക്കളയുമോ എന്നൊരു ആശങ്കയുണ്ട് എന്ന് പറയുമ്പോൾ രാമൻ്റെ ചിന്തകൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല എന്നൊക്കെ തനിക്ക് എന്ന് പറയുന്ന സമയത്ത് വിശ്വാമിത്രൻ തിരിച്ചവിടെ വശിഷ്ഠനെ ഒന്നും കൂടി ഉയർത്തിക്കാട്ടുകയാണ്. പറയുന്നു, വശിഷ്ഠനെ പോലൊരു മഹായോഗിയുള്ളപ്പോൾ ഏത് സംശയവും രാമൻ്റെ ഏത് സംശയത്തെ നിവാരണം ചെയ്യാനുള്ള കഴിവ് വശിഷ്ഠനുണ്ട്. കാരണം വശിഷ്ഠൻ്റെ യോഗപ്രഭാവം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളാണ് വിശ്വാമിത്രൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വശിഷ്ഠൻ അവിടെ വീണ്ടും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ എല്ലാ സംശയങ്ങളെയും നിവാരണം ചെയ്യുന്ന യോഗവാശിഷ്ടം എന്ന ശ്രേഷ്ഠമായ രാമായണത്തിലെ ഗീത എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന മഹത്തരമായ ഒരു സന്ദേശമാണ് അവിടെ യോഗവാശിഷ്ടം എന്ന കൃതി അവിടെ പിറക്കുകയാണ്. അപ്പോൾ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഉത്തരം പറഞ്ഞു. അതിനുശേഷം യാഗരക്ഷയ്ക്ക് വേണ്ടി വിശ്വാമിത്രനോടൊപ്പം പുറപ്പെട്ടു. അങ്ങനെ വിശ്വാമിത്രനോടൊപ്പം പുറപ്പെട്ട് രാമനും ലക്ഷ്മണനും പോകുന്ന സമയത്ത് അവിടെ താടക എന്ന ഘോരയായ രാക്ഷസി വന്നു. അവിടെ സ്ത്രീ ആയതുകൊണ്ട് ഇവിടെ വധിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അധർമ്മികളിൽ സ്ത്രീ പുരുഷ ഭേദം പാടില്ല. അവിടെ പുരുഷനായാലും സ്ത്രീ ആയാലും ധർമ്മചിന്ത വിട്ട് പെരുമാറുമ്പോൾ അധർമ്മിയാണ്. അവർക്കൊരു സ്വഭാവമേ ഉള്ളൂ, രാക്ഷസീയമായ സ്വഭാവമാണ്, അധർമ്മിയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് വധിക്കുന്നത് തെറ്റില്ല എന്ന് ഗുരുനാഥൻ പറഞ്ഞ നിമിഷം അവളെ വധിച്ചു. ഗുരുനാഥനാൽ ഉപദേശിക്കപ്പെട്ടതാണ് അവിടെ ബലയും അതിബലയും എന്ന മഹാമന്ത്രങ്ങൾ. അത് കഴിഞ്ഞ് ആ രാത്രിയിൽ ഗുരുനാഥനോടൊപ്പം സഞ്ചരിക്കുന്ന വേളയിൽ, വനത്തിൽ തങ്ങുന്ന വേളയിൽ അതിപ്രഭാതത്തിൽ രാമനെയും ലക്ഷ്മണനെയും വിളിച്ചുണർത്തുന്നത് വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചോളം. നമ്മളെല്ലാവരും പ്രഭാതത്തിൽ ക്ഷേത്രങ്ങളിൽ കേട്ടിട്ടുണ്ടാവും, കൗസല്യ സുപ്രജ രാമതീർത്ഥ പ്രപദ്യതേ എന്ന് പറയുന്ന ഒരു ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ശ്ലോകം ഈ ഭാഗത്താണ്. ഇവിടെ രാമൻ ലക്ഷ്മണന്മാർ ഉറക്കത്തിൽ നിന്ന് അവരെ ഉണർത്താൻ വേണ്ടിയിട്ട് വിശ്വാമിത്ര മഹർഷി ചൊല്ലിയിട്ടുള്ളതാണ് ഈ ശ്ലോകം. അദ്ദേഹം പറയുന്നത് എന്താ, അതിശ്രേഷ്ഠന്മാരായ യോഗ്യന്മാരായിട്ടുള്ള ഉത്തമനായിട്ടുള്ള കൗസല്യാപുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്ര അങ്ങുണരൂ, അങ്ങേ ഉണർത്താൻ സാക്ഷാൽ സൂര്യഭഗവാൻ വന്ന് അങ്ങേ വരവേൽക്കാൻ നിൽക്കുന്നു, മഹത്തായ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി അങ്ങ് ഉണരൂ. അപ്പോൾ ഏറ്റവും പോസിറ്റീവായ എനർജി കൊടുത്തുകൊണ്ട് പ്രഭാതത്തിൽ എങ്ങനെയായിരിക്കണം കുട്ടികളെ ഉണർത്തേണ്ടതെന്ന് പഠിപ്പിക്കുക. ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ പലരും കുട്ടികളെ ഉണർത്തുന്നത് സമയം വൈകി എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചോ പിടിച്ചോ പോത്തയെന്നോ എരുമയെന്നോ ഒക്കെ വിളിച്ചുകൊണ്ടാണ് ഇന്ന് കുട്ടികളെ വിളിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ അവരുടെ മനസ്സ് നെഗറ്റീവായ അവസ്ഥയിലേക്ക് എത്തപ്പെടും. ആ കുട്ടിയുടെ ജീവിതത്തിൽ അന്നത്തെ സുദിനം മുഴുവൻ പോത്തിൻ്റെയോ കഴുതയുടെയോ ഒക്കെ ചിന്തയുമായി പേറി നടക്കേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉണരൂ എന്ന് പറഞ്ഞ് അവിടെ രാമനെ ഉണർത്തുന്ന ആ വിശ്വാമിത്രവാക്യം നമുക്കും മാതൃകയാവണം. നമ്മുടെ ഉള്ളിലെ ധർമ്മബോധത്തെ ഉണർത്തുവാൻ ഈ രാമസാഗരത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ. ഇതിനെ പിന്തുടരുവാനും ഈ പേജ് ഫോളോ ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.